തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. വിജയ് മുഖ്യമന്ത്രിയാകാനായി പഠിച്ച പണി 18 നോക്കുകയാണ്. 108 പേരുമായി വിജയ് ഗവർണറുടെ അടുത്ത് ചെന്നപ്പോൾ 118 പേരുമായി വരാൻ ഗവർണർ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ പലപ്പോഴായി പറയുന്നു. വിജയ് രണ്ടാമതും ചെന്നു, അപ്പോഴും ഗവർണർ തിരിച്ചയച്ചു. വിജയ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ DMKയും AIADMKയും സഖ്യം ചേർന്നുകൊണ്ട് അവിടെ വിജയെ തോൽപ്പിക്കാനായി, അതായത് വിജയെ പ്രതിപക്ഷത്തിരുത്താനായി ഒരു ശ്രമം അവിടെ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിർണായക നീക്കവുമായി തമിഴക വെട്രി കഴകം നേതാവ് വിജയ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയ് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചാൽ, ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടാൽ എന്റെ 108 MLA-മാരും രാജിവെക്കും എന്നാണ് വിജയ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അധികാര നഷ്ടം ഒഴിവാക്കാൻ രാഷ്ട്രീയ എതിരാളികളായ അണ്ണാ DMKയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കണമെന്ന ആവശ്യം DMKയിൽ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ നിയുക്ത MLA-മാരോട് ചെന്നൈയിൽ തുടരാൻ പാർട്ടി നിർദ്ദേശിച്ചു. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി MLA-മാരുമായുള്ള ചർച്ചയ്ക്കായി പുതുച്ചേരിയിലാണെന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ MLA-മാരൊന്നും തന്നെ വിജയുടെ പാർട്ടിയിലേക്ക് പോകാതിരിക്കാനായി റിസോർട്ടിൽ ഇവരെ പാർപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയെ ഗവർണർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല, അതായത് അധികാരം ഏൽക്കാനായി ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMKയിലെ രണ്ടാം നിര നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇനി ഒന്നും നോക്കാനില്ല, വിജയെ ഏത് രീതിയിലും തോൽപ്പിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെ വിജയെ ഇത്തവണ പ്രതിപക്ഷത്തിരുത്തണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും MK സ്റ്റാലിൻ ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. വിജയ് മുഖ്യമന്ത്രിയായാൽ 10-15 വർഷം ദ്രാവിഡ കക്ഷികൾ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരുമെന്നും അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഇപ്പോൾ DMKയുടെ രണ്ടാം നിര നേതാക്കളുടെ നിലപാട്. തിരഞ്ഞെടുപ്പിൽ തോറ്റ പശ്ചാത്തലത്തിൽ, അതായത് സ്റ്റാലിൻ അടക്കം തിരഞ്ഞെടുപ്പിൽ തോറ്റ പശ്ചാത്തലത്തിൽ പളനിസ്വാമി മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ് AIADMKയുടെയും രണ്ടാം നിര DMK നേതാക്കളുടെയും നിലവിലത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.